ഹായ് ഡിയേഴ്സ്, ഇന്നേ ഈസി ആയിട്ടൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ. വെറും 30 മിനിറ്റ്സിൽ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു കുക്കർ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് വെൽക്കം ബാക്ക് ടു ജാസ് വേൾഡ് ബൈ ശ്രുതി. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഏകദേശം 1 കിലോ ചിക്കനാണ് കേട്ടോ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലോട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് മാഗ്നേറ്റ് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ ചേർക്കുന്നത് തൈരാണ്. 2 ടീസ്പൂൺ നല്ല കട്ട തൈര് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കേട്ടോ. നമ്മൾ നന്നായിട്ട് ചതച്ചെടുത്ത വെളുത്തുള്ളിയും ഇഞ്ചിയും, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ചമുളകും കൂടെ ചതച്ചത് ചേർക്കുന്നുണ്ട്. അത് ഏകദേശം ഒരു 1.5 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് അരിഞ്ഞത് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, അതായത് ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി മാത്രമുള്ള ഉപ്പ് മതി. ഇപ്പോൾ അതിനുശേഷം നമ്മൾ സവോള വഴറ്റുമ്പോൾ അതിൻ്റെ കൂടെ ബാക്കി ഉപ്പ് നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. നമ്മളിങ്ങനെ ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ ബിരിയാണിയിൽ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് റൈസ് റെഡിയാക്കാനുള്ള പരിപാടിയിൽ തുടങ്ങാം. അപ്പം നമ്മളിന്ന് കുക്ക് ചെയ്യുന്നത് കുക്കറിൻ്റെ അകത്താണ് കേട്ടോ. 5 ലിറ്ററിൻ്റെ കുക്കറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്കതൊന്ന് ചൂടാക്കാൻ വെക്കാം. അപ്പോൾ നമ്മൾ കുക്കർ ചൂടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ട് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ മിൽമയുടെ നെയ്യാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു 2 സ്പൂൺ നെയ്യ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നു. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ചേർക്കാം. അത് ഞാൻ വീഡിയോയിൽ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ അത് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ഒരു 4 മീഡിയം സൈസ് സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പകുതിയോളം നമുക്ക് ഈ നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അത് നമുക്ക് പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. കുറച്ച് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സവോള നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഏകദേശം ഒരു ഗോൾഡൻ കളറൊക്കെ വരണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഇത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ. അതിന് ശേഷം നമുക്ക് കുറച്ച് കാഷ്നട്ടും കിസ്മിസും ഒക്കെ ഫ്രൈ ആക്കാനുണ്ട്. അപ്പോൾ ഏകദേശം സവോള ഈ ഒരു പരുവായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് അതേ നെയ്യിൽ തന്നെ കുറച്ച് കാഷ്നട്ടും കുറച്ച് കിസ്മിസും കൂടെ ഫ്രൈ ചെയ്ത് എടുക്കാം കേട്ടോ. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ, കാഷ്നട്ടൊക്കെ അധികം ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ കുറച്ച് കൂടുതലിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി. അധികം കരിഞ്ഞ് പോവാണ്ട്, ആ കാഷ്നട്ടിൻ്റെ നിറം ഒന്നും അധികം ഭംഗി പോവാണ്ട് വേണം എടുക്കാനായിട്ട്. കിസ്മിസും അതുപോലെ തന്നെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ മുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് വരുന്ന ഒരു സ്റ്റേജിൽ നമുക്ക് അത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കാഷ്നട്ടും കിസ്മിസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ആ നെയ്യിലോട്ട് നമുക്ക് കുറച്ച് സവോള വഴറ്റിയെടുക്കണം കേട്ടോ. 4 സവോളയായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ 2 എണ്ണം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കി നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി. ഇനി സവോളക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചതച്ച് വെച്ച വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, അതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്ന പേസ്റ്റ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് വാടി വരുമ്പോഴേക്കും നമുക്ക് ഒരു 2 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു മീഡിയം സൈസ് തക്കാളി, നന്നായിട്ട് പഴുത്ത തക്കാളി നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. അത് 2 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വന്നതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു ടീസ്പൂൺ ചിക്കൻ മസാല, അത്രയും മസാലകൾ മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ മുളക് പൊടി ഒന്നും ചേർത്തിട്ടില്ല. ആകെ പച്ചമുളക് മാത്രമാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ മസാലയും സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടെ വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയാണ് നമുക്ക് മസാലയുടെ പരിപാടികളുള്ളൂ. ഇനി ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. കുക്കറിൻ്റെ ലിഡ് അടച്ച് വെച്ചിട്ട് വിസിൽ മാറ്റി വെക്കണേ. ഏകദേശം ഒരു 5 to 7 മിനിറ്റ്സ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ചിക്കൻ അധികം ഒന്ന് വെന്ത് പോകുന്നു വേണ്ട കേട്ടോ. അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വരണം. ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ അതിൽ ആവിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ തുറന്ന് നോക്കാവേ. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് അത്രയും വേവ് മതി. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർക്കാനുണ്ട്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച
ഓണിയൻ്റെ ഒരു ഹാഫ് പോർഷൻ നമുക്കതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ബാക്കി നമുക്ക് ലാസ്റ്റ് ബിരിയാണി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടി വരും. അപ്പോൾ ഒരു പകുതിയോളം നമ്മൾ ഫ്രൈ ചെയ്ത സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു, കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ ഒന്ന് മല്ലിയിലേക്ക് നന്നായിട്ടൊന്ന് വാടി വരുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് കുതിർത്ത് വെച്ച കൈമ റൈസ് കേട്ടോ, അതായത് ജീരകശാല അരിയാണ്. 3 കപ്പ് ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. അധികം നേരമൊന്നുമില്ല, ഒരു അരമണിക്കൂർ മുമ്പ് നമ്മൾ കഴുകി വെച്ചതാണ്. അരി ചേർത്ത് കൊടുത്തതിന് ശേഷം തിളച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനേ. അപ്പോൾ നമ്മൾ കെറ്റിലിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടേ. അതിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അത് അരിക്ക് ആവശ്യമായ ഉപ്പ്. ചിക്കനിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ കുറച്ച് ഉപ്പ് മതി. നമുക്കിനി അരി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാവേ. 3 കപ്പ് അരിക്ക് ഏകദേശം 3 കപ്പോളം തന്നെ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഈ വെള്ളത്തിൻ്റെ അളവ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചെന്നാൽ, ഇപ്പം നമ്മൾ അരി നിരപ്പാക്കി വെച്ചിട്ട് തിളച്ച വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കില്ലേ, അപ്പോൾ ആ വെള്ളത്തിൻ്റെ ലെവൽ അരിയുടെ മുകളിൽ നിന്ന് ഏകദേശം ഒരു അര ഇഞ്ച് മുകളിലായിട്ട് വെള്ളം നിന്നാൽ മതി കേട്ടോ. അത് കറക്റ്റ് പാകമായിരിക്കും. ഞാനിപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ കറക്റ്റ് ഇതിൽ പാകത്തിന് തന്നെ അരി കിട്ടാറുണ്ട്, അധികം ഒട്ടിപ്പിടിക്കാണ്ട് വെന്ത് പോകാണ്ടൊക്കെ കിട്ടാറുണ്ട്. ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ. അത് അരികൾ പരസ്പരം ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വീണ്ടും നമ്മൾ കുക്കർ അടച്ച് വെച്ച് കൊടുക്കണേ. നേരത്തെ പോലെ തന്നെ വിസിൽ നമുക്ക് മാറ്റി വെക്കാം. ഇത് നമ്മളൊരു ഏകദേശം ഒരു 20 മിനിറ്റ്സോളം കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. കറക്റ്റ് 20 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും നമുക്ക് കുക്കറിൻ്റെ ലിഡ് തുറന്ന് വെക്കാം കേട്ടോ. അപ്പോൾ അരി നമുക്ക് നന്നായിട്ട് വെന്ത് എന്നാൽ അധികം കുഴഞ്ഞു പോകാണ്ട് തന്നെ കറക്റ്റ് പാകത്തിന് കിട്ടുമേ. കണ്ടോ, അരിയൊക്കെ നല്ല വിട്ട് കിടക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു അളവിൽ വെള്ളം വെച്ചുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കിട്ടിയത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്നട്ട്, കിസ്മിസ്, ഓണിയൻ എല്ലാം കൂടെ ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ ഇതിൻ്റെ പുറത്തേക്കൊന്ന് തൂവി കൊടുക്കാം കേട്ടോ. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഇതാണ് നമ്മുടെ ടേസ്റ്റി ആൻഡ് സിമ്പിളായിട്ടുള്ള കുക്കർ ബിരിയാണിയുടെ റെസിപ്പി കേട്ടോ. നമുക്ക് വളരെ എളുപ്പത്തിൽ ബാച്ചിലേഴ്സിനാണെങ്കിലും ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കൊക്കെ ആണെങ്കിലും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു ബിരിയാണി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് ഈ റൈസ് ഒന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. നമുക്ക് ചിക്കനും ഗ്രേവിയൊക്കെ താഴെ ഭാഗത്താണ് ഉള്ളത്, അപ്പോൾ വിളമ്പാന്ന് എടുത്ത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നമുക്ക് റൈസും ചിക്കനും ഗ്രേവിയൊക്കെ ഇടുന്ന അധികം കുഴഞ്ഞും അറിയാണ്ട് സെപ്പറേറ്റായി തന്നെ കിട്ടിയിട്ടുണ്ടേ. കണ്ടോ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്നുള്ള കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നോക്കിക്കേ, കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണേ. നമുക്ക് സൈഡ് ഡിഷായിട്ട് പിക്കിളോ അല്ലെങ്കിൽ കച്ചമ്പറൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണേ. നല്ല ടേസ്റ്റിയാണ്. ചിക്കനൊക്കെ നല്ല ജ്യൂസി ആയിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.